ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇന്ന് നമ്മളൊരു വെറൈറ്റി കുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്കൊരു പോട്ടി ഫ്രൈ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോഴേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എക്സ്ട്രാ പരിപാടി, അതായത് നമ്മൾ ഈ പോട്ടിക്കകത്ത് ആദ്യമേ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടണം. 3 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, അതായത് മസാലക്കൂട്ടാണ് അത് അതും ഒരു 3 ടീസ്പൂണോളം ഇടണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മളിപ്പോൾ ഇത് ചേർത്തിട്ട് കുക്കറി വെച്ചൊരു 6 തവണ വിസിലടിക്കണം. 6 തവണ വിസിലടിച്ച് നല്ലപോലെ ഇത് വേകണം. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കുറേ കൂട്ടുകൾ നമുക്ക് ചേർക്കാനായിട്ട്. അതായത് ഇതുപോലെ തന്നെ ഈ മസാലപ്പൊടികളെല്ലാം പിന്നീട് ഒന്നുകൂടെ ചൂടാക്കി നമ്മൾ ചേർക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ കടുക് താളിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില എല്ലാം ഇട്ട് നമ്മളൊന്നും കൂടെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ഗ്യാസ് കുക്കറെ വെച്ച് നല്ലപോലെ ഒരു 6 വിസിൽ നമുക്കിത് അടിക്കണം. പൊടിയിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ഓവർ വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഈ പോട്ടി 5-6 തവണ കഴുകുന്ന, അപ്പം കുറച്ച് വെള്ളം നമുക്ക് വിറ്റാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും പിടിച്ചിരിക്കും. പിന്നെ ഒരു ശകലം നെയ്യൊക്കെ കാണാതിരിക്കുകയല്ലോ. അപ്പം അതുകൊണ്ട് ഓവർ വെള്ളം ഒഴിക്കില്ല. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് നികന്ന് നമുക്ക് വെള്ളമാവും. അതുകൊണ്ട് ഒരു ശകലം ഒരു 1/4 കപ്പ് പോലും വെള്ളം അതിൻ്റെ അകത്ത് ചേർക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ ഒരു 8 വിസിലോളം അടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് കടുക് പൊട്ടിച്ച് ബാക്കി ചേർക്കാം. അപ്പം തീ നല്ലപോലെ കത്തിയിട്ടുണ്ട്. നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തോട്ട് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 100 മില്ലിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 100 മില്ലി, കാരണം 2 കിലോ ആണ് പോട്ടി. 2 കിലോയ്ക്ക് നമുക്ക് ഏകദേശം അത്ര വേണം. പിന്നെ അത് ഏറെ മുരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ശകലമാണ് അതിന് മുന്നേ നമ്മൾ തളിച്ചു കൊടുത്താണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതായത് ഒരു സ്പൂൺ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലേശം കറിവേപ്പിൻ്റെ തണ്ടും കൂടെ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. നല്ലതാണ് കേട്ടോ, ഒരു ദോഷമൊന്നുമല്ല. അതുകൊണ്ട് ഇച്ചിരി തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ, കാരണം എന്താ ഇത് ഏകദേശം ഒരു 1/4 കിലോയുടെ അടുത്ത് നമുക്ക് ചുവന്നുള്ളി ഉണ്ട്. ചുവന്നുള്ളി എത്രയും ചേർക്കുന്നത് നല്ലതാണ്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ചുവന്നുള്ളി ഒരു 1/4 കിലോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിൻ്റെ സവോള നമ്മളൊരു 3 സവോളയാണ് നമ്മൾ അതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത്. സവോള കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുവന്നുള്ളി സവോളയെല്ലാം നല്ലൊരു പെട്ടെന്ന് ചുമക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ലേശം ഉപ്പ് കഴിച്ചു കൊടുക്കും. ഈ ഒരു മീഡിയത്തിൽ നിന്ന് വേണം
ഇത് ചുമന്ന് വരാനായിട്ട് ഓവർ തീ കൊടുക്കരുത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് തീർത്ത് ചെറുതായിട്ട് അരിയില്ല, ഇച്ചിരി ഇച്ചിരി നീളമൊക്കെ ഉള്ളതാണ് നമുക്ക് പൊട്ടിക്കറിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സവാളയുടെ കൂട്ടത്തിൽ ഒന്നിച്ചിട്ട് ഇളക്കാം. കാരണം അതെല്ലാം കൂടെ ഒന്നിച്ച് ചുമന്നോളും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. ഏതാണ്ട് ഒരു 6-7 ചുള നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം വെളുത്തുള്ളി ഇതിന് പാകത്തിനൊരു 10 ചുളയോളം നമ്മൾ എടുക്കുന്നത്. 10 ചുള എന്ന് പറഞ്ഞാൽ ഓരോ അല്ലിയായിട്ടല്ല, അല്ലാതെ മുഴുവനായിട്ടൊരു 10 വെളുത്തുള്ളി നമ്മൾ ഇടുന്നത് നല്ലതാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഏകദേശം നമുക്ക് സവോള, ഉള്ളിയും ഇഞ്ചിയെല്ലാം നല്ലപോലെ ചുമന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യമേ കുറച്ച് ചേർത്തായിരുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് പക്ഷെ അത് നമ്മൾ പറ്റിച്ചെടുക്കുക ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരിയും കൂടെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 4 ടീസ്പൂൺ മീറ്റ് മസാലയും, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അല്പം ഗരം മസാല കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാവേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ടിട്ട് അത് നമുക്കൊന്ന് അതിൻ്റെ ഈ ചെറു പച്ചച്ചോറ് നല്ലപോലെ ഉള്ളതുകൊണ്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ബാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു 3-4 ടീസ്പൂണോളം വരും കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇത് എടുത്തു വെച്ചേക്കുന്ന ഈ സ്പൂണിന് ഒരു 3 സ്പൂണുണ്ട്. 3-4 സ്പൂൺ അതിൻ്റെ എരിവ് നോക്കി. കുരുമുളക് പൊടി ഇത്തിരി കൂടിപ്പോയാൽ ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മസാല കൊണ്ട് സവോളയും മസാല എല്ലാം നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇത് നല്ലപോലെ അതിൻ്റെ അകത്തെ ശകലം വെള്ളം കിടക്കുന്നതും കൂടെ വറ്റി നല്ലപോലെ മൊരിഞ്ഞു വരണം കേട്ടോ. മൊരിഞ്ഞു വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇത് കുറച്ച് നേരം നമുക്ക് അതിൻ്റെ അകത്ത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടി വെക്കാം. നല്ലപോലെ മൂടി വെച്ച് ചെറുന്നലോടി ഇരുന്നപ്പോൾ പറ്റട്ടെ. അപ്പം നമുക്ക് ഏറെക്കുറെ കറി ഒന്നായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി നോക്കാവേ കേട്ടോ. നല്ല സൂപ്പറായിട്ട് കറി നല്ലപോലെ മൊരിഞ്ഞ് നല്ല കറുത്തിട്ടുണ്ട്. ഈ പരുവാ വരണ്ടേ കേട്ടോ.
നമുക്ക് ഇനിയിപ്പോൾ ഇത് വാങ്ങി വെക്കാം.